രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു വന്നത് നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു വന്നത്. രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവീകരായ നമ്മുടെ സമരനായകന്മാർ അവരുടെ സമയവും ഊർജവും ചെലവഴിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരാണ്. അവരെ നമ്മൾ സ്മരിക്കേണ്ട ദിവസമാണ്, അവരെ ഓർക്കേണ്ട ദിവസമാണ്. ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ പേരിൽ അറിയപ്പെടേണ്ട രാജ്യമല്ലല്ലോ നമ്മുടെ ഇന്ത്യ. നമ്മുടെ പൂർവീകരായ നായകന്മാർ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ നമ്മൾ 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഓർക്കാനുള്ളത്, ആധുനിക ചുറ്റുപാടിൽ ജീവിക്കുന്ന സമൂഹത്തോട് നമുക്ക് ഉണർത്തി കൊടുക്കാനുള്ളത്, ഇന്നലകളിൽ സമയവും ഊർജവും ചെലവഴിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമരനായകന്മാരുടെ പലരുടെയും പേരുകൾ മതവിശ്വാസത്തിന്റെ പേരിൽ അവരുടെ പേരുകൾ മായ്ക്കപ്പെടുമ്പോൾ, ഒരു മതത്തിന്റെ പേരിൽ ചിലരുടെയൊക്കെ പേരുകൾ മായ്ക്കാൻ ശ്രമിക്കുന്ന അധികാരികൾ വാഴുന്ന കാലമാണെന്നുള്ളത്. ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുന്ന അധികാരികൾ വാഴുന്ന കാലമാണ് നമ്മുടെ രാജ്യത്തിന് ഇന്നുള്ള അവസ്ഥ. അതുകൊണ്ട് ഈ 80ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമാണ് രാജ്യസ്നേഹം എന്ന് പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു വന്ന വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ട് ജീവിച്ച ഇന്നലകളിലെ സമരനായകന്മാർ അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. നമ്മൾ അറിയണം, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന ഡൽഹി ഭരിച്ചിരുന്ന മുഗളന്മാരുണ്ട്. ഔറംഗസീബും അക്ബറും ബാബറുമൊക്കെ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന ഡൽഹി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പേരിൽ അറിയപ്പെടണമെന്ന് അവരൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഒരുപാട് സംഭാവനകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമ്മാനിച്ചവരാണ് ഔറംഗസീബ്, അക്ബറും ബാബറും പോലുള്ള മുഗൾ ചക്രവർത്തിമാർ. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഡൽഹിയിലെ ചുവന്ന കോട്ടയുണ്ടല്ലോ, റെഡ് ഫോർട്ട് എന്നറിയപ്പെടുന്ന ചുവന്ന കോട്ടയുണ്ടല്ലോ, ചരിത്രത്തിന്റെ താളുകളിൽ ഇടം നേടിയ റെഡ് ഫോർട്ട്. ആ റെഡ് ഫോർട്ടിന്റെ സ്ഥാപകനാരാണ്? മുഗളന്മാരായ അക്ബറും ബാബറും ഔറംഗസീബും ഒക്കെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ഡൽഹിയിലെ ചുവന്ന കോട്ടയും താജ്മഹലുമൊക്കെ ഇന്നും രാജ്യത്തിന്റെ സിഗ്നലുകളായി തലയുയർത്തി നിൽക്കുന്നുണ്ട്. അതുപോലെ എത്രയെത്രയോ സംഭാവനകളാണ്, എത്രയെത്രയോ സമരനായകന്മാരുടെ പേരുകളാണ് നമുക്ക് എണ്ണി പറയാനുള്ളത്. അതുകൊണ്ട് ഈ രാജ്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പേരിൽ അറിയപ്പെടാനുള്ളതല്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നേടി ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് ഈ സ്വാതന്ത്ര്യം.